ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കെട്ടിയറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മളെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മളുടെ എല്ലാവരുടെയും ഫോണിലുണ്ടാവുക. അതായത് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ. അതായത് ഇതിൽ നമുക്ക് നമ്മളെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതുപോലൊരു പ്രോബ്ലം കാണാം. ഇൻഫോ വീക്ക് വൈഫൈ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് വൈഫൈ വീക്കാണ്, അങ്ങനെയുള്ള ഒരു പ്രോബ്ലമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് വൈഫൈയുടെ പ്രോബ്ലം കൊണ്ടല്ല. അപ്പോൾ ഞാനിവിടെ അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഇപ്പോൾ അടുത്തൊന്ന് അപ്ഡേറ്റ് ചെയ്ത്, അതായത് ആൻഡ്രോയിഡ് 10 വേർഷനിലോട്ട് അപ്ഡേറ്റ് വന്നിരുന്നു. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്, ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരാവും. അവർക്ക് അവരെ ബാങ്ക് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ പ്രവാസികളാകുമ്പോൾ വൈഫൈ കണക്ഷനാവും അധികം ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ ഈ ഒരു വൈഫൈ, ഇപ്പോൾ ഞാൻ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, അത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ആ ഒരു വൈഫൈ കണക്ഷൻ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഓഫ് ആക്കുകയാണ്. അതിനുശേഷം നമ്മളെ മൊബൈൽ ഡാറ്റ ഇവിടെ ഒന്ന് ഓണാക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഒരു വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വീണ്ടും നമ്മൾ ആ ഒരു വൈഫൈ കണക്ഷൻ അവിടെ ഓൺ ചെയ്യാം. ഡാറ്റ നമുക്ക് ഓഫാക്കാം. വൈഫൈ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റെ ആ ഒരു അക്കൗണ്ട് ഇവിടെ വൈഫൈ കണക്ഷനിൽ തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇത് ഈ ഒരു ഫെഡ് മൊബൈലിൻ്റെ പുതിയ അപ്ഡേറ്റിൽ മേ ബി ഈ ഒരു പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ആവും. ഇതിപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് ചെയ്തവർക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റിൽ ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആവുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണെന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.